അനുമോള് വിന്നർ ആകുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പേഴ്സണലി എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കാണുമല്ലോ. അവർ വിന്നർ ആകാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉള്ളിൻ്റെ ഉള്ളിലാണല്ലോ. അനീഷിനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആള് നല്ലൊരു ആളാണ്, ജെനുവിനാണ്. ഞാൻ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗെയിമർ വിന്നറാകും, ജനങ്ങളുടെ പിന്തുണ അല്ലേ, അങ്ങനെയാണ് നമ്മളെല്ലാം ഓർക്കും. ഇപ്പോൾ അനുമോള് വിന്നറായി. പക്ഷേ അനുമോള് സൂചിച്ചാണ്ട പെങ്ങളുകുട്ടി അല്ലേ, സൂചിച്ചാണ്ട സഹപ്രവർത്തക പെങ്ങളുകുട്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ വിന്നർ. എന്തായാലും അനുമോള് കപ്പ് എടുത്തു, നമുക്ക് സന്തോഷം. എനിക്ക് അതേ പറയാനുള്ള അതിനെ പറ്റി. ഇപ്പോൾ കപ്പെടുത്തെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അനീഷാണ് വിന്നർ എന്ന്. അതാ നമുക്കിപ്പോ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഗെയിം നടന്നാൽ നമുക്ക് ഒരാൾ വിന്നറാവും എന്നുള്ള മനസ്സിലൊരു തോന്നലില്ലേ, ആ തോന്നൽ എനിക്ക് അനീഷിലുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. ലാസ്റ്റ് രണ്ടുപേര് വന്നപ്പോ പോലും അനീഷ എന്നാണ് ഞാൻ. PR-ന്റെ ഒരു ഒറ്റ ബലം കൊണ്ടാണ് അനു വിന്നറായെന്ന് പറയുന്നത്. ചേച്ചിക്ക് അതിനെ പറ്റി എന്താ? MGR എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ല, PR എന്നൊന്നും ഞാൻ ഇപ്പോഴാണ് ഇത് ഈയിടെല്ലാം കേൾക്കുന്നത്. എനിക്കും ശാരിയയ്ക്കും അങ്ങനെ കുറച്ച് വർക്കുള്ള തോന്നി PR വർക്ക് ഇല്ലാതിരുന്നു. അപ്പം ഒരു പരിധി വരെ PR സഹായിക്കും. പിന്നെ ഗെയിമറിന്റെ കഴിവ് മിടുക്ക് പിന്നെ ജനങ്ങളുടെ കയ്യിലല്ലേ. റീ എൻട്രിക്ക് പഴയ മത്സരാർത്ഥികൾ വന്ന് ഫുള്ള് അലമ്പാക്കി എന്ന്. പക്ഷെ ആ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് നിന്നൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന ചേച്ചിയാണ്. വഴക്ക് പിടിക്കാനായിരുന്നു ആദ്യം ചെന്ന് മസ്താനിയോട് വഴക്ക് പിടിക്കണ്ടാവും. ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്ത മസ്താനിയായിരുന്നു. മസ്താനിയെ എടുത്തോണ്ട് പോയത്. ചേച്ചി ഞാനൊരു വേർഡ് വിളിച്ച ചേച്ചി മറന്നു, ഞാൻ എപ്പോഴേ മറന്നു. നമ്മൾ ക്ഷമിക്കുക, അതല്ല ഏറ്റവും വലിയ. അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ എന്നുകൊണ്ട് അവളെ ഒരു ഉമ്മയും കൊടുത്ത്, നെറ്റിലൊരു ഉമ്മയും കൊടുത്ത്, ഒരു കുഴപ്പമില്ല ചേച്ചി, അന്നേരം ക്ഷമിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, നീ മൈൻഡ് ആക്കണ്ട, ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ആക്കി. നമ്മൾ എന്തിനാണ് കുറെ പകയും വിദ്വേഷം വെച്ചിട്ട്? എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. മറ്റുള്ളവർ അവരുടെ ഇതായിരിക്കും അല്ലേ, അവരുടെ മനസ്സിൽ എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും അവരത് തിരിച്ചു ചോദിച്ചത്. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു പ്രയാസം അത് മാറിയിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. വസീകര പാട്ടുപാടി എല്ലാവരെയും ഞെട്ടിച്ചു. ഈവൻ ലാലേട്ട വരെ പറഞ്ഞു ആ ഒരു പാട്ടിനെ പറ്റിയിട്ട്. എന്താ പറയാനുള്ളത്? திருடன் போல் பதுங்கியே திடி என்று பெண்ணாயிருந்த என்னை நீ அடைப்பாயே அது കവിതൈ. ഫിനാലെ വേദിയിൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരമില്ലായിരുന്നു, ഒരു ഡാൻസ് ചെയ്യാൻ. ഞാൻ ഇത് ഡാൻസ് ചെയ്യും, പാട്ട് പാടുന്നൊരു കണ്ടസ്റ്റന്റുമാണ്, ഞാനൊരു ആർട്ടിസ്റ്റുമാണ്. സോ എനിക്കത് എന്താ അറിയില്ല, എന്തായാലും ഇല്ലായിരുന്നു. കുറച്ച് പേർക്കാണ് അവർ ഫിനാലെ വേദിയിൽ ഡാൻസും പാട്ടൊക്കെ ചെയ്യിപ്പിച്ചത്. നമ്മളത് കുറ്റപ്പെടുത്തിയതോ കുറ്റം പറഞ്ഞതോ ഒന്നുമല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അതില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നമുക്കതിന് അവസരം കിട്ടിയില്ല, നിർഭാഗ്യവശം. പക്ഷേ എങ്കിൽ പോലും ലാലേട്ടന്റെ മുന്നിൽ ലാലേട്ടൻ പറഞ്ഞില്ല വസീകര എന്ന് വെച്ചിട്ട്, ഞാൻ പാടിക്കോട്ടെ, പാടട്ടെ ലാലേട്ടൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുവായിരുന്നു. അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഉള്ളിലൊരു പ്രേരണ സുധിച്ചേട്ടൻ. അതെനിക്ക് എവിടെയും പറയാം, കാരണം ഇത് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് മാത്രം പറഞ്ഞൊരു സത്യമാണ്. സുധിച്ചേട്ടൻ ഉണ്ട് എൻ്റെ കൂടെ, അല്ലെങ്കിൽ അത് അത്രയും ഹിറ്റാകത്തുമില്ല, കത്തത്തുമില്ല. ഞാൻ അവിടെ ചെന്ന് മിണ്ടാതെ ഇറങ്ങി മിണ്ടാതെങ്കിൽ പോന്നെ. ഫിനാലേക്ക് എനിക്ക് അങ്ങനെയെങ്കിലും സാധിച്ചില്ല. ആ സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയില്ലെങ്കിലും കുറേ നേരമായിട്ട് മനസ്സിലിങ്ങനെ പാട് ഇതാകൂന്ന് പറഞ്ഞു. സരിക ചേച്ചി ഓടി വന്ന് ബാക്കി പാടി, പക്ഷെ എൻ്റെ ഒരു ഹൈപ്പിച്ച് കൊണ്ട് ചേച്ചി ദൈവമേ ഇവളെന്തോ പാടുന്നതായി. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ എല്ലാവരും ചോദിച്ചത് ഇതെങ്ങനെ പഠിച്ചെന്നാ. ഞാൻ പറഞ്ഞു ഞാനിത് ബഹറിനും ദുബായിൽ ഇത് തന്നെയാണ് 15 ദിവസം പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വായിൽ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല, നമ്മൾ അതിനുള്ള സിറ്റുവേഷൻ ഒന്നും വന്നില്ല. കുഞ്ഞിനെ അങ്ങാണ്ട് എന്തോ സരിഗമ പതിനിസ എന്തോ ഒരു ദിവസം കണ്ട് പഠിച്ച് തിരിച്ചു വന്ന ആളാണ്. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കുന്ന ആളല്ല, ലൈഫിലെ ഒന്നും കംപ്ലീറ്റ് ആക്കില്ല. ലാസ്റ്റ് ബിഗ് ബോസ് വന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്ന ആളല്ല, പഠനം പോലും കംപ്ലീറ്റ് അല്ല. +2 കഴിഞ്ഞ് പിന്നെ എല്ലാം കംപ്ലീറ്റ് അല്ല, എല്ലാം കംപ്ലീറ്റ് ആണെന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. എന്നെ സംബന്ധിച്ച് ഒന്നും കംപ്ലീറ്റ് അല്ല, ലൈഫിലെല്ലാം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ബിഗ് ബോസ്. പക്ഷെ ബിഗ് ബോസിന് ശേഷം എന്തായാലും ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട്. ഹായ്, നമസ്കാരം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്തിടെ വസീകര പാട്ട് പാടി നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരാളാണ്. ഇപ്പൊ തന്നെ ആളാരാന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ സ്വന്തം രേണു ചേച്ചി. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്താ പറയാ, വസീകര പാട്ടുപാടി എല്ലാവരെയും ഞെട്ടിച്ചു. ഈവൻ ലാലേട്ട വരെ പറഞ്ഞു ആ ഒരു പാട്ടിനെ പറ്റിയിട്ട്. എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ശിവാംഗി ആൻഡ് ടീം വന്ന്
പാട്ട് പാടി അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ ആസ്വദിക്കുകയാണ് പാട്ടാസ്. നമ്മളെല്ലാം ഞാനും ശാരിയൊക്കെ നിലത്തിരുന്ന് കേൾക്കും. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ മസ്താനിയെ നോക്കിയോ, മസ്താനി എവിടെ എന്ന് പറഞ്ഞു. ചേച്ചി ഒരു പാട്ട് പാടില്ലേ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പാട്ട് പാടിയാലോ വേണ്ടോ. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ അപ്പൊ അങ്ങനെ പാട്ട്. അപ്പൊ ശിവാംഗി അവിടെ വന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് പാട്ട് പാടാൻ. അക്ബറൊക്കെ ഗായകരാണ്. അതുപോലെ സരിക ചേച്ചിയോട് പറയുന്നുണ്ട് പാട്ട് പാടാൻ. അവർക്ക് വലിയ ഗായകരാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പാട്ടുകാരിയാണോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെവിനെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട്, ആര്യനെ കൊണ്ട് പാടി. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ രേണു പാട് വാവട്ട പാട് ദൈവസത്യമായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ശാരിക എടുത്തിരിക്കുക. ശാരിക ആ പാട്ടിന്റെ ഇതാണ്. ശാരിക ഞാനൊരു പാട്ട് പാടിട്ടുള്ളൂ, തന്നെ വിളിച്ചു. അവളെന്നെ വിളിച്ചു, തന്നെ വിളിച്ചു. ഇല്ലടി എന്നെ വിളിച്ചു. എന്നെ ആരും വിളിച്ചില്ല, നമ്മള് പാട്ടുകാരൊന്നുമല്ല. അപ്പൊ ശാരി പറഞ്ഞു തന്നെ വിളിച്ചാൽ പോയി പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, ചമ്മി പോത്തില്ല, എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമോ എന്ന് ചോദിക്കുന്നതാണോ നല്ലത്, രേണുസുതി ഒന്ന് പാടും. അപ്പൊ ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കുവോ. കുറച്ച് വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാട് വാവക്കുട്ടെ പാട് ദൈവസത്യമായിട്ടും കേട്ടോ. ഇങ്ങനെ ഉള്ളി പറഞ്ഞു വീർപ്പ് മുട്ടല്. അപ്പൊ എനിക്ക് ഇങ്ങനെ മനസ്സിലായി. അപ്പം ഞാൻ ബഹ്റൈനിലും ദുബായിലും ഈ 15 ദിവസം 10 ദിവസം നിന്നപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പാടുന്ന പാട്ട് വസീകര. അപ്പൊ അതിന് നല്ല അവിടെ ഭയങ്കര ഹിറ്റാണ്, എനിക്കറിയാതെ. പക്ഷെ ഇവിടെ എങ്ങനെ അവതരിപ്പിക്കും എനിക്ക് ഒരു രക്ഷയില്ല. എന്നെ വീർത്ത് കുളിക്കും. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് പോയി വെള്ളം കുടിക്കുന്നുണ്ട് തിരിച്ച്. എൻ്റെ ഇപ്പം ലാസ്റ്റ് സോങ്ങാ. അപ്പം ഞാൻ ചുമ്മാ 2 കൽപ്പിച്ച് ചോദിക്കാന്ന് വെച്ചു, വസീകര ഒന്ന് എനിക്ക് വേണ്ടി പാടാം. അപ്പം അവർ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്നിട്ടും ഇവര് പാടി തുടങ്ങി. എനിക്ക് എങ്ങനെയല്ലോ ഞാൻ എന്നെ തന്നെ ഇൻട്രോ ചെയ്യണ്ടേ, ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ 2 കളിച്ചന് ഞാൻ കൂടെ പാട്ട്. അപ്പൊ അവര് പറഞ്ഞു വന്ന് ആർക്കും വേണ്ട പാടാന്ന് പറഞ്ഞല്ലോ. ഞാൻ ചെന്ന് മൈക്കെടുത്ത് പാടുക. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഇത് കുറേ നേരമായിട്ട് മനസ്സിലിങ്ങനെ പാട് ഇതാകൂന്ന് പറഞ്ഞു. സരിക ചേച്ചി ഓടി വന്ന് ബാക്കി പാടി. പക്ഷെ എന്റെ ഒരു ഹൈപ്പിച്ച് കൊണ്ട് ചേച്ചി ദൈവമേ ഇവളെന്തോ പാടുന്നതായി പോയി. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ എല്ലാവരും ചോദിച്ചത് ഇതെങ്ങനെ പഠിച്ചെന്നാ. ഞാൻ പറഞ്ഞു ഞാനിത് ബഹ്റിനും ദുബായിൽ ഇത് തന്നെ 15 ദിവസം പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വായിൽ ഇങ്ങനെ വരുമല്ലോ, അത് പാടി. ചേച്ചി നേരം പാട്ട് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല. നമ്മൾ അതിനുള്ള സിറ്റുവേഷൻ ഒന്നും വന്നില്ല. കുഞ്ഞിനെ അങ്ങാണ്ട് എന്തോ സരിഗമ പദനിസ എന്തോ ഒരു ദിവസം കണ്ട് പഠിച്ച് തിരിച്ചു വന്ന ആളാ. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കുന്ന ആളല്ല, ലൈഫിലെ ഒന്നും കംപ്ലീറ്റ് ആക്കി. ലാസ്റ്റ് ബിഗ് ബോസ് വന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്ന ആളല്ല, പഠനം പോലും കംപ്ലീറ്റ് അല്ല. +2 കഴിഞ്ഞ് പിന്നെ എല്ലാം കംപ്ലീറ്റ് അല്ല, എല്ലാം കംപ്ലീറ്റ് ആണെന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. എന്നെ സംബന്ധിച്ച് ഒന്നും കംപ്ലീറ്റ് അല്ല. ലൈഫിലെല്ലാം മുറിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ബിഗ് ബോസ്. പക്ഷെ ബിഗ് ബോസിന് ശേഷം എന്തായാലും ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഹാപ്പി ആയിട്ട്. ലാലേട്ടൻ ആ വസീകരെ കുറിച്ച് ചോദിക്കുകയും അപ്പൊ അതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇപ്പം ചേച്ചി അത് പാടുന്ന ടൈമില് ശിവാംഗി തന്നെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ഇങ്ങനൊക്കെ എക്സ്പ്രഷൻ ശിവാംഗി ഭയങ്കര ക്യൂട്ടാണ് ആളുടെ. അപ്പൊ എന്ന് വെച്ചാൽ ശിവാംഗി ഓൾറെഡി പല എന്താ പറയാ ഫിലിമിൽ പാടിയിട്ടുണ്ട്, ഓൾറെഡി ഈ പറയുന്ന പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ്. അപ്പൊ അവരുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഓക്കെ ഞാൻ പാടിക്കഴിഞ്ഞാൽ അവർക്കൊപ്പം എത്തും, അങ്ങനത്തെ ചില ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇരിക്കും, എന്റെ ഉള്ളില് പുള്ളി പറയണ പോലെ ഏട്ടൻ പറയണ പോലെയാണ് എനിക്ക് ഫീല്. ചെല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഫിനാലെ നടത്തിയപ്പോ നമുക്ക് മാത്രം പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു, എനിക്കത് പ്രോഗ്രാം. അപ്പോഴും എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് നീ അവിടെ പാട്ട് പാടും. എനിക്ക് ഇത് എങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ഇത്ര കമന്റ് വരുമായിരിക്കും, വെറുതെയാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ സത്യം. ഞാനത് വീട്ടിൽ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ പറയാം സൂചേട്ടൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിപ്പിച്ചത്. കാരണം ഫിനാലെ വേദിയിൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരം ഇല്ലായിരുന്നു, ഒരു ഡാൻസ് ചെയ്യാൻ. ഞാൻ ഇത് ഡാൻസും ചെയ്യും പാട്ട് പാടുന്നൊരു കണ്ടസ്റ്റന്റുമാണ്, ഞാനൊരു ആർട്ടിസ്റ്റുമാണ്. സോ എനിക്കത് എന്തായാലും ഇല്ലായിരുന്നു. കുറച്ച് പേർക്കാണ് അവര് ഫിനാലെ വേദിയിൽ ഡാൻസും പാട്ടൊക്കെ ചെയ്യിപ്പിച്ചത്. നമ്മളത് കുറ്റപ്പെടുത്തിയതോ കുറ്റം പറഞ്ഞതോ ഒന്നുമല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അതില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കതിന് അവസരം കിട്ടിയില്ല, നിർഭാഗ്യവശം. പക്ഷേ എങ്കിൽ പോലും ലാലേട്ടന്റെ മുന്നിൽ ലാലേട്ടൻ പറഞ്ഞില്ല വസീകര എന്ന് വെച്ചിട്ട് ഞാൻ പാടിക്കോട്ടെ പാടട്ടെ ലാലേട്ടാന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഉള്ളിലൊരു പ്രേരണ സുധിച്ചേട്ടൻ തന്നെ. അതെനിക്ക് എവിടെയും പറയാം. കാരണം ഇത് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് മാത്രം പറഞ്ഞൊരു സത്യമാണ്. സുധിച്ചേട്ടൻ ഉണ്ട് എൻ്റെ കൂടെ, അല്ലെങ്കിൽ അത് അത്രയും ഹിറ്റാകത്തുമില്ല, കത്തത്തുമില്ല സംഭവം. ഞാൻ അവിടെ ചെന്ന് മിണ്ടാതെ പോകുന്നേനെ. ഫിനാലേക്ക് എനിക്ക് അങ്ങനെയെങ്കിലും സാധിച്ചില്ല. ആ സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയില്ലെങ്കിലും അതെ ലാലേട്ടന്റെ മുന്നിൽ പാടാൻ പറ്റും. അതെന്താ ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഓൾറെഡി സെറ്റ് ആയിരുന്നല്ലോ ഈ അറിയത്തില്ല, എനിക്കറിയില്ലടാ. എനിക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മള് ഉണ്ടായിരുന്നു തോന്നുന്നല്ല, അവരുടെ നേരത്തെ ഇനി എന്താ അറിയില്ല,
എനിക്ക് എന്തായാലും അവസരം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് മറ്റുള്ളവരുടെ കാര്യമല്ല പറയണം. എനിക്ക് എന്തായാലും അല്ല അവരോട് ചേച്ചി ചോദിച്ചു ഏകദേശം എത്ര ഇല്ലടാ, ദിവസം ഞാൻ മുമ്പ്? അങ്ങനൊന്നും ചോദിക്കൂല. ഞാൻ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റിനോട് എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ അടുത്തും ഹായ് ഹലോ എന്നാ ഉണ്ടടി, ഇച്ചിരി കൂടുതൽ എന്തെങ്കിലും ഇടോ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ വിടുന്നത് ശാരികയോടാണ്. ചുമ്മാ വിടുന്നല്ല, ഇച്ചിരി കൂട്ടായത് ശാരികയുടെ എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ പിടിക്കുന്ന തമാശ. പക്ഷെ ബാക്കി എല്ലാവരോടും ഞാൻ ഇപ്പം നൂറ അതിലാണെങ്കിൽ പോലും അവരെന്റെ മക്കളെന്നായിരിക്കും ചിലപ്പോൾ വിളിക്കുക. പൊന്ന എല്ലാരും പൊന്നാ പൊന്ന അതിന്റെ എന്നെ കളിയാക്കുമായിരുന്നു അവര്. നിവിൻ പറയും പൊന്നോ അമ്മയുടെ പൊന്നോ എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് എല്ലാരും ആ ഒരു ഇതിലാ, അല്ലാതെ ആരോടും ഓവറായിട്ട് ഇതൊന്നും ചോദിക്കത്തൊന്നുമില്ല. എന്താണ് നിങ്ങളെ വിളിച്ചിട്ട് വലിയ വലിയ ആധികാരികപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഇല്ല, അവര് ചെയ്ത് നല്ലായിരുന്നു പ്രൊഫഷൻ, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്തോ. എന്തായാലും കൂടെ ഏട്ടൻ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു ലാലേട്ടൻ അത് അങ്ങനെ ചോദിക്കുക എന്നോട്. ലാലേട്ടൻ ഇപ്പം ശിവാംഗിയോട് നമ്മൾ ചോദിച്ച ഒരു പാട്ട് പാടിക്കോട്ടല്ലേ, എനിക്ക് ലാലേട്ടനോട് അങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് ഇടാതെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. അത് ലാലേട്ടനെ കൊണ്ട് ഏട്ടൻ തന്നെ ചോദിപ്പിച്ചാണ്. വസീകര എന്തായാലും ഹാപ്പി. എനിക്ക് ആ ലോക പ്രേക്ഷകരുടെ മുന്നിൽ ഒരു 2 ലൈനെങ്കിലും ലാലേട്ടന്റെ മുന്നിൽ, അത്രയും പേരുടെ മുന്നിൽ ഒരു നാണവും മാനവും ഇല്ലാതെന്ന് പറയാം. കാരണം ഞാൻ പാട്ടുകാരിയല്ല. സോ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ പാട്ടോട് കൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പാലാ കമ്മ്യൂണിക്കേഷൻ ഗാനമേളയ്ക്ക് പോവുക ചേച്ചി എന്ന് ചോദിച്ചു. പാലാ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ടീമാണ് ഗാനമേള. നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഒരു ട്രൂപ്പാണ്. സോ ഞാൻ പറഞ്ഞു പാലാ കമ്മ്യൂണിക്കേഷൻകാരനെ വിളിച്ചു. ശരി, എന്നെ അത് കഴിഞ്ഞ് ഇവരുടെ വീഡിയോ ഇറക്കിയിട്ട് എന്നെ വിളിച്ചവര്. ഞാൻ പറഞ്ഞു ഞാൻ വരുവേ, എന്തായാലും രേണുസുതി ഞങ്ങളുടെ പുതിയ ഗായിക എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം എനിക്ക്. കാരണം ഒരു വെറുതെ 2 ലൈൻ പാടിയതാണ്, അത് ടോട്ടലി ഇങ്ങനെ മാറി. സന്തോഷം. പക്ഷെ ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞു ഓൾറെഡി ഇനാഗ്രേഷനും കാര്യങ്ങൾക്കും, അതായത് മറ്റേ ദുബായിലൊക്കെ ആണെങ്കിലും പ്രൊമോഷന് വേണ്ടി പോയപ്പോ ഈ സെയിം പാട്ട് തന്നെ പാടിയിരുന്നു. പക്ഷെ അതിനേക്കാളും എന്താ പറയാ റെക്കഗ്നിഷൻ കാര്യങ്ങളും ഒക്കെ കിട്ടിയത് BBയിലാണ്. തീർച്ചയായും. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ വിളിച്ചില്ല പക്ഷെ അവിടെ ഞാൻ പാടി, ആ പാട്ട് ഹിറ്റായി. അത് വളരെ അത്ഭുതം. അതുപോലെ എനിക്ക് അവസരം കിട്ടിയില്ല ഫിനാലയ്ക്ക്, പക്ഷെ ഞാൻ ആ വേദിയിൽ ഞാൻ പാടി ലാലേട്ടൻ്റെ മുന്നിൽ. എനിക്ക് അവസരം അവിടെ ഉണ്ടായി. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് റീ എൻട്രിക്ക് പഴയ മത്സരാർത്ഥികൾ വന്ന് ഫുൾ അലമ്പാക്കി എന്ന്. പക്ഷെ ആ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് നിന്നൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചി വളരെ സൈലന്റ് ആയിട്ട് അവിടെ പോയി എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു, അതേപടി തിരിച്ചിറങ്ങി വരികയും ചെയ്തു. ഈ റീ എൻട്രി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോവാന്നാണ് ഞാൻ ശ്രദ്ധിച്ചു. കാരണം ബാക്കി എല്ലാവരുടെയും ബാക്കി എല്ലാ കണ്ടസ്റ്റന്റും അവിടെ പോയി കിടന്ന് അലമ്പാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വഴക്ക് പിടിക്കാനാണെങ്കിൽ ആദ്യം ചെന്ന് മസ്താനിയോട് വഴക്ക് പിടിക്കണ്ടോ, ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മോടുത്ത മസ്താനിയായിരുന്നു. മസ്താനിയെ എടുത്തോണ്ട് പോയത്. മസ്താനി ഞെട്ടിപ്പോയി. മസ്താനി ചേച്ചി ഞാനൊരു വേർഡ് വിളിച്ച ചേച്ചി മറന്നു, ഞാൻ എപ്പോഴേ മറന്നു. നമ്മൾ ക്ഷമിക്കുക, അതല്ല ഏറ്റവും വലിയ. അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ എന്നുകൊണ്ട് അവളെ ഒരു ഉമ്മയും കൊടുത്ത്, നെറ്റിലൊരു ഉമ്മയും കൊടുത്ത്, ഒരു കുഴപ്പമില്ല ചേച്ചി അന്നേരം ക്ഷമിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, നീ മൈൻഡ് ആക്കണ്ട, ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവരെയും ഇങ്ങനെ ആക്കി. നമ്മൾ എന്തിനാണ് കുറെ പകയെ വിദ്വേഷം വെച്ചിട്ട്? എന്നെ സംബന്ധിച്ച് എന്റെ കാര്യമായിട്ടാ പറയുന്നത്. മറ്റുള്ളവർ അവരുടെ ഇതായിരിക്കും അല്ലെ, അവരുടെ മനസ്സിൽ എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും അവരത് തിരിച്ചു ചോദിച്ചത്. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല. എൻ്റെ മനസ്സിന്റെ ആ ഒരു പ്രയാസം അത് മാറിയിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. സോ അങ്ങനെ. അത് ഈ പറഞ്ഞ പോലെ മസ്താനിയുടെ കാര്യം പറയുമ്പോൾ മസ്താനി ഏറ്റവും കൂടുതലും ഭയങ്കര പോസിറ്റീവായിട്ട് കയറി പോയിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മസ്താനിയുടെ ഒരു വ്ളോഗ് കണ്ടിരുന്നു. അതിൽ പോലും പറയുന്നത് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവാണ്, ഭയങ്കര ടെൻഷൻ ഉണ്ട്, എന്താകും എന്ന്. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു? ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, വിളിച്ചപ്പോൾ ഞാൻ ബഹ്റൈനിലായിരുന്നു. അപ്പൊ എന്നോട് റീ എൻട്രിയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു അയ്യോ ഞാൻ വരണമെന്നാ ചോദിച്ചേ, മര്യാദക്ക് വന്നോളാം, എത്ര ദിവസം നിൽക്കണം എന്നാ ചോദിച്ചത്. അത് 2 ദിവസം. ഞാനും വോക്കൗട്ടായി ഇറങ്ങി വന്നതാണ്. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്നും എവിഷനാകത്ത ഞാൻ മാത്രമേ ഉള്ളൂ. രേണുസുതി എന്ന കണ്ടസ്റ്റന്റ് ഇതുവരെ ഫിനാലെ കഴിഞ്ഞ് കപ്പ് അനുമോളും കൊണ്ടുപോയി, പക്ഷെ രേണുസുതി ഇതുവരെ എവിക്റ്റായിട്ടില്ല എന്നുള്ള സത്യമാണ്. അതെ. അതുപോലെ അനുമോള് വിന്നർ ആകുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗെയിമർ വിന്നർ ആകും, ജനങ്ങളുടെ പിന്തുണ അല്ലേ, അങ്ങനെയാണ് നമ്മളെല്ലാം ഓർക്കുന്നത്. അതുപോലെ അനുമോള് വിന്നറായി. പക്ഷെ അനുമോള് സൂചിച്ചാണ്ട പെങ്ങളുകുട്ടി അല്ലേ, സൂചിച്ചാണ്ട സഹപ്രവർത്തക പെങ്ങളുകുട്ടി. അതുപോലെ ഞാൻ പേഴ്സണലി എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കാണുമല്ലോ, അവർ വിന്നറാകാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും. അപ്പം അനീഷിനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആള് നല്ലൊരു ആളാണ്, ജെനുവിനാണ്. സോ നല്ല ഗെയിമർ വിന്നറാകട്ടെ എന്ന് ഉദ്ദേശിച്ചു. എങ്കിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ വിന്നർ. എന്തായാലും അനുമോള് കപ്പ് എടുത്തു, നമുക്ക് സന്തോഷം.
എനിക്ക് അതേ പറയാനുള്ളൂ അതിനെ പറ്റി. അതുപോലെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അനുമോള് കപ്പെടുത്തെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അനീഷാണ് വിന്നർ എന്ന് അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ മനസ്സിൽ ചേച്ചിയുടെ മനസ്സിൽ വിന്നർ ആരാണ്? എന്റെ മനസ്സിലെ വിന്നർ തീർച്ചയായിട്ടും അനീഷിനെയാണ് ഞാൻ വിന്നറായിട്ട്. ഞാൻ ആ ലാസ്റ്റ് നിമിഷം വരെ അനീഷ് തന്നെയായിരുന്നു എന്റെ മനസ്സിലൊക്കെ. അനീഷ് ആയിരിക്കും തന്നെ എല്ലാരും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. നമ്മളെല്ലാം അങ്ങനെ, നമുക്കിപ്പോ ഒരു എന്താ പറയാ എന്തെങ്കിലും ഗെയിം നടന്നാൽ നമുക്ക് ഒരാൾ വിന്നറാവും എന്നുള്ള മനസ്സിലൊരു തോന്നലില്ലേ, ആ തോന്നൽ എനിക്ക് അനീഷിലുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. ലാസ്റ്റ് രണ്ടുപേര് വന്നപ്പോ പോലും അനീഷ എന്നാണ് ഞാൻ ഓർത്തത്. അതെ, എന്തായാലും അനീഷും വിന്നറാ, ഫസ്റ്റ് റണ്ണറപ്പ് അല്ലേ, വിന്നർ തന്നെയാണല്ലോ. സോ അനുമോളും വിന്നറാണ്, അനീഷും വിന്നറാണ്, എന്റെ മനസ്സിലതാണ്. അതെ, അതുപോലെ തന്നെ എല്ലാരും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാരും ഉറപ്പായിട്ട് വിചാരിച്ചിരുന്നു, ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാരും വിചാരിച്ചിരുന്നത് അനീഷാണ്. എന്നോട് എല്ലാരും പറഞ്ഞായിരുന്നു അനീഷാണ്. പക്ഷെ PR-ന്റെ ഒരൊറ്റ ബലം കൊണ്ടാണ് അനു വിന്നറായെന്ന് പറയുന്നത്. ചേച്ചിക്ക് അതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം? എനിക്ക് ഈ PR-നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴൊക്കെയാണ് ഞാൻ അറിഞ്ഞു തുടങ്ങി എന്താണ് PR എന്ന് പോലും. PR MGR എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ല, PR എന്നൊന്നും ഞാൻ ഇപ്പോഴാണ് ഇത് ഈയിടെയല്ല കേൾക്കുന്നത്. എന്തായാലും ഒരു പരിധി വരെ PR സഹായിക്കുമല്ലോ അല്ലെ. എനിക്ക് തോന്നേ എനിക്കും ശാരിയയ്ക്കും അങ്ങനെ കുറച്ച് വർക്കുള്ള തോന്നി PR വർക്ക് ഇല്ലാതിരുന്നത്. ബാക്കിയുള്ളവർക്കും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു കണ്ടസ്റ്റന്റിനോടും സപ്പോസ് അനുമോളോട് പോലും ഞാൻ ചോദിച്ചില്ല PR ഉണ്ടോന്ന്, ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ജനങ്ങൾ പറഞ്ഞു കേട്ടുള്ള അറിവ്, എന്റെ ചെറിയ ഇതിൽ തോന്നിയ അറിവ് ഉണ്ടെങ്കിൽ ഗെയിം കളിക്കുന്നതും ഉണ്ട്, അതുപോലെ തന്നെ പുറമേ നിന്ന് അവരുടെ PR വർക്കും അവർക്ക് ബൂസ്റ്റ് ചെയ്ത് വിടും, എന്നാലേ ബൂസ്റ്റ് ആയി വരത്തുള്ളൂ. അപ്പം ഒരു പരിധി വരെ PR സഹായിക്കും. പിന്നെ ഗെയിമറിന്റെ കഴിവ് മിടുക്ക് പിന്നെ ജനങ്ങളുടെ കയ്യിലല്ലേ. അതെ, ഈ പറയുന്ന പോലെ ചേച്ചി വിചാരിക്കുന്നുണ്ടോ എല്ലാരും PR എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്തത് അനുവിനെയായിരുന്നു? പക്ഷെ അനു പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല അവിടെ പലർക്കും PR ഉണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടാണ്? വലിയ പ്രശ്നമുള്ളതാണോ? അങ്ങനെയല്ല, എന്നുവെച്ചാൽ അനുവിന്റെ വിജയം എല്ലാരും പറയുന്ന PR വർക്ക് കൊണ്ട് മാത്രം നേടിയതെന്ന് പറയുന്നു. പക്ഷെ എല്ലാരും പറയുന്ന അവരുടെ മനസ്സിൽ അവർ ആയിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാം, കാരണം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചില്ല. അനുമോളോട് സംസാരിച്ചില്ല, അനീഷിന് ആരോടും ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. നമ്മൾ കൺഗ്രാജുലേഷൻ പറഞ്ഞു, നന്നായിട്ട് കളിക്കുക, വിൻ ചെയ്യുക, പ്രാർത്ഥന ഉണ്ടാവും. അനുമോളോട് ഞാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ടാവും, നന്നായിട്ട് കളിക്കുക. അനീഷിനോടും സെയിം, ഷാനവാസിക്കായോടും അക്ബറിനോടും നെവിനോടും സെയിം രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതെ, എങ്ങനെയുണ്ടായിരുന്നു ബേബി റീ എൻട്രി? എൻജോയ് ചെയ്തോ? ചേച്ചിയുടെ സൈഡ് പറഞ്ഞോ? എന്റെ സൈഡ് നല്ല ഹാപ്പി ആയിരുന്നു, ഹാപ്പി മൂഡായിരുന്നു. പിന്നെ അനീഷൊക്കെ ആയിട്ട് പഴയ കാര്യങ്ങളൊക്കെ, അതായത് കണ്ണടച്ച് കിടക്കുന്ന പറയാൻ പറ്റി, അത് ഭയങ്കര സന്തോഷം. പിന്നെ എന്താ പറയാ, നൂറേനെ അതിനെയൊക്കെ കാണാൻ പറ്റി, ശാരികയുടെ കൂടെ 2 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റി. അങ്ങനെ കുറെ മിസ്സിങ് ഉണ്ടായിരുന്നു. നെവിനെ കാണാൻ പറ്റി. നമ്മുടെ അടുത്ത് അവരൊക്കെ എങ്ങനെയാണ് നമുക്കറിയില്ല, എന്തായാലും എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാണാൻ പറ്റിയതിലൊക്കെ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങള് ബാക്കി എവിക്റ്റ് ആയ മത്സരാർത്ഥികളായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നാണല്ലോ. അപ്പം തിരിച്ച് ആ റീ എൻട്രിക്ക് നമ്മളെല്ലാരും വീണ്ടും കാണും എന്ന് പറഞ്ഞിട്ട് എല്ലാരും കാണാം, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ സത്യം പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഉണ്ടെങ്കിൽ പോലും അവർക്കറിയാം, ഗ്രൂപ്പിലുള്ളവർക്കറിയാം ഞാൻ അധികം ചർച്ചയിലും പങ്കെടുക്കാറില്ല. കാരണം എനിക്ക് സമയമില്ലല്ലോ. അവര് തന്നെ പറയുന്ന ഇനിയിപ്പോ അറബിയിൽ പറഞ്ഞാലേ രേണുസുതിക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ടൈം ഇല്ലാഞ്ഞിട്ടാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഉറക്കമില്ലാതെ ഓട്ടമാണ്, ഫോൺ നോക്കാനൊന്നും എനിക്ക് സമയമില്ല. ഇപ്പൊ തന്നെ ഒരു 10,000 മെസ്സേജ് വന്നതാണ്, ഞാൻ നോക്കാറില്ല. വിളിച്ചാൽ എടുക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല, മൈൻഡ് ഔട്ടാണ് ടോട്ടലി, എപ്പോഴും ഈ ഓട്ടവും തിരക്കും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാട്സപ്പ് അധികം നോക്കാറില്ല. എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളാബ് ചെയ്തിട്ട് പോകും. അതാണ് മെയിൻ. അല്ലാതെ മനഃപൂർവ്വം ഇതിനൊന്നും ഇടപെടാത്തല്ല. എനിക്ക് സമയമില്ല, എനിക്ക് മൈൻഡ് ഓക്കെ അല്ല ചില സമയം വാട്സപ്പിലൊക്കെ നോക്കാം. അതെ, അത് പറയുന്ന പോലെ ചേച്ചി ആദ്യം ഈ വാക്കൗട്ട് ആവുന്ന ടൈമിൽ എന്ന് വെച്ചാൽ ചേച്ചി ഭയങ്കര സൈലന്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അങ്ങനെ സൈലന്റ് ആയിട്ട് ഒരാള് ഇത് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു. പക്ഷെ റീ എൻട്രിക്ക് വന്നപ്പോഴത്തേക്ക് തകർത്ത്. 2 ദിവസമല്ലേ അവിടെ തകർക്കണമല്ലോ, നമുക്ക് തകർത്ത് പൊളിച്ചിട്ടല്ലേ വരാൻ പറ്റത്തില്ല, അങ്ങനെ തകർത്തത്. അതുകൊണ്ടാണ്, അതായത് ഓക്കെ 2 ദിവസം തിന്നാ മതി സമാധാനം ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ഈ പറയുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരോടും പറഞ്ഞോ ഈ വക എന്താ പറയുന്നത് 2 ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിന്ന? കാരണം കൂടെ ഉള്ളവരെന്തായാലും ചോദിക്കുമല്ലോ, നീ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അതവർക്ക് അറിയാലോ, 2 ദിവസം ഉള്ളതുകൊണ്ടാ വരുന്നത്, അതവർക്ക് നേരത്തെ അറിയാം, പ്രത്യേകിച്ച് ചോദിക്കണ്ട, അറിയാം. അതെ, ഇപ്പം ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ഏത് പാട്ടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് ചേച്ചി. അത് എന്ന് വെച്ചാല് ഈ എന്തായാലും ഈ സോങ് ഹിറ്റ് ആവുന്നതിന് നമുക്കൊന്നും പറയാനില്ല, അത്രയും കിടലായിട്ടാ പാടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അവസരങ്ങള് സിനിമയില് അല്ലെങ്കിൽ ആൽബം ഏതെങ്കിലും, പിന്നെ ഇത് കേട്ടിട്ട് എന്തെങ്കിലും
അവസരങ്ങൾ കേട്ടിട്ടൊരു സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഇങ്ങനെ ഡേറ്റ് എനിക്ക് അവർക്ക് എന്റെ ഡേറ്റ് കിട്ടുന്നില്ല, അതാണ് വിഷയം. ഇങ്ങനെ നമുക്കൊരു അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരു സ്റ്റുഡിയോയിലെ മെയിൻ സിംഗറാണ് അദ്ദേഹം. ഇങ്ങനെ എന്നെ വിളിച്ചായിരുന്നു, കോണ്ടാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഡേറ്റ് ഒന്നും കൊടുത്തില്ല, കാരണം എനിക്ക് ഡേറ്റ് കൊടുക്കാനില്ല, ടൈറ്റ് ഷെഡ്യൂളാണ്. എന്തായാലും ഞാൻ കൊടുക്കും ഡേറ്റ്, ഒരു അടിപൊളി പാട്ടുമായിട്ട് വരും. അതെ, സർപ്രൈസ്. അതെ. ഈ ബിഗ് ബോസിന്റെ ഫിനാലെ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അനീഷിനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? കോണ്ടാക്ട് ചെയ്തായിരുന്നു ഞാൻ. കോണ്ടാക്ട് ചെയ്തു, അടിപൊളി എന്ന് പറഞ്ഞു, ഹാപ്പി ആയിട്ടിരിക്കൂ പറഞ്ഞു. അനീഷ് നല്ല തിരക്കാണ്, പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാട്ടിൽ വന്നിട്ട് വിളിച്ചായിരുന്നു, കിട്ടുന്നില്ല, ഭയങ്കര തിരക്കാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. കാണാൻ പോണമെന്നൊക്കെ ഉണ്ടോ? അനീഷ തിരക്കല്ലേ, അപ്പം അനീഷിന്റെ തിരക്ക് കഴിയുമ്പോ എന്റെ തിരക്ക് കൂടും. അപ്പൊ പിന്നെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ദിവസം കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അനീഷിനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വരും. തീർച്ചയായും വരണോന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഒരു ദിവസം എന്റെ ഒന്ന് തിരക്ക് കഴിഞ്ഞിട്ട് അനീഷിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വണ്ടി എടുക്കാൻ, ഉടനെ ഞാനൊരു വണ്ടി എടുക്കാൻ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. വണ്ടി കിട്ടിയ ഉടനെ എന്തായാലും ആദ്യത്തെ ട്രിപ്പ് അനീഷിനെ ഫ്രീ ആണ്, അനീഷിന്റെ വീട്ടിലോട്ടാവട്ടെ. അതെ, അനീഷ് ഇത് കേട്ടിട്ട് ഈശ്വര ഇവരങ്ങോട്ട് വരുവാ. അനീഷ് പാവം അങ്ങനൊന്നും പറയൂല, വെൽക്കം ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി അറിയത്തില്ല. ചെന്നിട്ട് കഥ അടച്ച അനീഷ് കഥകാരെ അടച്ചാ തീർന്നേ, അങ്ങനൊന്നും ചെയ്യൂല കേട്ടോ, പാവാണ്. ഈ പറയുന്ന പോലെ ഈ ഫിനാലെ കഴിഞ്ഞ് എല്ലാരും തിരിച്ച് നാട്ടിലേക്ക് എത്തിയല്ലോ. ആ ഒരു ടൈമിൽ കുറെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ അനീഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, വിന്നർ ആകാൻ പറ്റാത്തത് സങ്കടമുണ്ടോ, അനു കപ്പടിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടോ? അപ്പം നിങ്ങള് കണ്ടസ്റ്റന്റ് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അനീഷ് ചേട്ടനോട്? ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല, എന്തിനാണ് അതിന്റെ ആവശ്യം? നമ്മള് അവനെ ഹഗ് ചെയ്ത് അടിപൊളി എന്ന് പറഞ്ഞു, നല്ല ഗെയിമാന്ന് പറഞ്ഞു, അല്ലാതെ നമ്മൾ എന്ത് പറയാനാ, അങ്ങനൊന്നും പറയത്തില്ല. അതെ, അതിന്റെ ആവശ്യമില്ലല്ലോ. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, കണ്ടസ്റ്റന്റുകൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അനീഷിനോട് എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം പറഞ്ഞല്ലോ കാർ എടുക്കാൻ പോവാന്ന്, അതായത് ഇത്രയും തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്കായിട്ട് ബിസി സ്കെഡ്യൂളായിട്ട് ഓടി നടക്കുന്ന ഒരാൾ എന്തായാലും ഒരു കാർ എടുക്കണമെന്നുള്ള അഭിപ്രായം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതെന്താ ഇത്രയും താമസിച്ചു? അല്ലടാ, കാർ എടുത്താൽ പോലും അത് ഇപ്പൊ ഋതപ്പനാണ് കാർ എടുക്കാൻ കാരണം നിർബന്ധിക്കുന്നത്. ഇപ്പം കിച്ചുവിന് ഒരു കാർ മേടിച്ചില്ല, നമ്മുടെ കാറാണ്. അവൻ അത് കൊല്ലത്താവൻ നിൽക്കുന്നതുകൊണ്ട് അവൻ എപ്പോഴും ഇങ്ങോട്ട് വരാത്തോണ്ട് കാർ അവിടെ ഉണ്ട്. അപ്പൊ ഋതപ്പൻ ഭയങ്കര അമ്മ കാർ എടുക്കണം. അപ്പം ഞാനിപ്പോ കാർ എടുത്താൽ തന്നെ ഇപ്പൊ ഋതപ്പന് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ പോകാനല്ലേ ചെറിയ, അല്ലാതെ എനിക്ക് ഈ ദൂരയാത്രയൊക്കെ ഇപ്പോഴും ട്രെയിനും ബസ് തന്നെയാണ് എനിക്ക് ആഗ്രഹം, ഇഷ്ടം. അപ്പൊ എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, അപ്പം സ്ഥിരം ഒരു ഡ്രൈവറെ കൂടെ ഇപ്പം വീട്ടിൽ ആർക്കും ഓടിക്കാൻ അറിയത്തില്ല. ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഓടിക്കാൻ പഠിച്ചാൽ പോലും ഇപ്പൊ പപ്പായ്ക്കാണല്ലോ എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം, പിള്ളേരെ നോക്കണം, കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ പിന്നെ നമ്മുടെ കസിൻസ് ആരെങ്കിലും വന്നാൽ അല്ല, ഞാൻ ജന്മത്തിൽ പഠിക്കത്തില്ല, അത് വേറെ കാര്യം. വേറൊന്നും അല്ല, സൂചിച്ചാണ് അങ്ങനെ പോയ കൊണ്ട് ഒന്നും കൂടെ ഞാൻ പഠിക്കത്തില്ല. എല്ലാവരും പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയാണ്. ഞാൻ പണ്ട് കുറെ വർഷം മുന്നേ, ഒരു 10-20 വർഷം മുന്നേ, ഒരു 10-18 വയസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്, കുറെ വർഷം മുന്നേ, ഇന്നിപ്പം 33 വയസ്സായി കഴിഞ്ഞു, 34ലോട്ട് കയറി. അപ്പം 18 വയസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആന്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് കാറൊന്ന് പഠിച്ചതാണ്. കളരി എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ലേണേഴ്സ് വരെ കിട്ടി, പക്ഷെ പിന്നെ ലൈസൻസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതാ ഞാൻ പറഞ്ഞ, എല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ലൈഫ് പോലും എനിക്ക് തോന്നുന്നത്. വിധിയാണെങ്കിലും പകുതി വഴി എൻ്റെ എല്ലാം നിന്ന് +2 വരെ എന്തായാലും ഒരു ക്ലാസ്സിലും തോക്കാതെ വന്നെങ്കിലും ബാക്കിയുള്ള തോക്കുമല്ലായിരുന്നു. ഞാൻ അതിനെ തോപ്പിക്കുകയാണ് തോന്നുന്നത്. ഞാൻ നന്നായിട്ടാണ് പഠിക്കുന്നത്. നഴ്സിംഗ് ഒക്കെ ഞാൻ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറി, ഫണ്ടമെന്റൽസ് ആകട്ടെ എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്നെ ഈ എഡ്യൂക്കേഷൻ എന്നെ തോൽപ്പിക്കുന്നതിന് മുന്നേ രേണുസുതി വോക്കൗട്ടായി വരും എല്ലാത്തിനും. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. എന്നെ എവിക്റ്റ് ആക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കുന്നതിനോ, ഞാൻ ബിഗ് ബോസിനെ തോൽപ്പിച്ചെന്ന് ഞാൻ പറയത്തില്ല. ഞാനെന്ന കണ്ടസ്റ്റന്റിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോരുമായിരുന്നു. അതെ, അതുപോലെ തന്നെ ചേച്ചി ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട റീ എൻട്രി ആണ് ഇത്തവണ നടന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കണ്ടസ്റ്റന്റുകളെയൊക്കെ, അതായത് മുന്നേ ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റന്റുകൾ വരെ പറയുന്നുണ്ട്, എന്താണ് കാണിക്കുന്നത്, എവിക്റ്റ് ആയി പോയതിന്റെ ഗ്രഡ്ജുമായിട്ട് വന്നിട്ട് അതെങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് പേഴ്സണലി ആരുടെ അടുത്തെങ്കിലും വേണ്ട, അങ്ങനെ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ, ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ വന്നതെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയാൽ പോലും, അവരുടെ മനസ്സിലെ മുറിവുകളോ അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അത് അവരുടെ മനസ്സിലെ പേഴ്സണൽ കാര്യം. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അയ്യോ അതൊന്നും പറയണ്ട കേട്ടോ, സന്തോഷിക്കാൻ വന്നാണെങ്കിലും അവര് കേൾക്കണമെന്നില്ല. അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റൂല. ചിലപ്പോൾ അവരുടെ മനസ്സിലെ വിഷമായിരിക്കും അവർ പറയുന്നത്, മനസ്സിലായോ? പക്ഷെ കേൾക്കുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാം, പോസിറ്റീവായിട്ട് തോന്നാം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തിനാണോ അവിടെ പോയത് അത് ഞാൻ തിരക്കിയാൽ പോരെ.
ഞാൻ അറിഞ്ഞാൽ പോരെ, നമ്മളെന്തിനാ അവരെന്തിനാ പറയുന്നത്, അവരുടെ മനസ്സിലെ ഓരോ ചോദ്യങ്ങളായിരിക്കും അവര് ചോദിച്ചത്. അതിപ്പോ ഹേർട്ടായവര് തിരിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു, അത്രേ ഉള്ളൂ. അത് അവിടെ ഉപേക്ഷിച്ചു. അതെ, ഈ റീ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്താ പറയുക സർപ്രൈസ് മൊമെന്റ് തന്നെയായിരുന്നു എന്ന് പറയാൻ കാരണം മസ്താനി ഭയങ്കര നെഗറ്റീവായിട്ട് ഇറങ്ങി, പക്ഷെ റീ എൻട്രിയിൽ മസ്താനിക്ക് ഭയങ്കര പോസിറ്റീവായി. അതുപോലെ തന്നെ RJ ബിൻസി എയറിലായി. അതുപോലെ അങ്ങനെ പല സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതൊന്നും നമ്മളൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ബിബി റീ എൻട്രിയിലൂടെ നടന്നത്. അപ്പം ഈ പറയുന്ന പോലെ പിന്നെ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും അനു കപ്പടിച്ചത് PR വർക്ക് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇപ്പോഴും റെന, ശൈത്യ അങ്ങനെയുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം അവര് വീഡിയോസ് ഇടുന്നു. ഭയങ്കര പ്രശ്നം നടക്കുന്നത്. ചേച്ചി ഇതിലൊന്നും പെടാതെ എനിക്ക് എന്റെ ആൽബം, ഷോർട്ട് ഫിലിം, റീൽസ് ഇതെല്ലാം എനിക്ക് നോക്കി നടത്തണ്ടേ. ഇനിയിപ്പം ദുബായിൽ പോണ ഇനോഗ്രേഷൻ പോണ അതിന്റെ ഒക്കെ തിരക്കിൽ ഞാൻ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഇടാം? എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഇടത്ത് ഞാൻ പറഞ്ഞ ബിഗ് ബോസ് അവിടെ തീർന്നു. പിന്നെ അതിനകത്ത് ഈ ചകഞ്ഞ് എനിക്കറിയില്ല. അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ചാനലിൽ അവരിടുന്ന അവരുടെ ഇഷ്ടം. ഞാൻ എന്റെ ചാനലും കൊണ്ട് ഇടാതിരിക്കുന്നത് എന്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ശൈത്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അനുവിന്റെ PR ശൈത്യയെ മോശമാക്കാൻ ശ്രമിച്ചു. അതായത് PR വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ നെഗറ്റീവ് ആക്കാൻ നോക്കുമ്പോഴാണ്. ചേച്ചിക്ക് അങ്ങനെയെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് മറ്റുള്ളവരുടെ PR മനഃപൂർവ്വം എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ശൈത്യ പറഞ്ഞൊരു വിഷയം, അവർ PR എന്ന് പറയുന്നത് അവരവന്റെ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യുക, അവരെ ഹൈപ്പിൽ കയറ്റുക, വോട്ട്, അതല്ലേ PR. അപ്പൊ അതങ്ങനെ ചെയ്യുക. പക്ഷെ വേറൊരു കണ്ടസ്റ്റന്റിനെ താറടിക്കുന്നത് അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമമായിട്ട് തോന്നുന്നു. അല്ല, പക്ഷെ ശൈത്യയുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും PR-നെ കംപ്ലീറ്റ് കുറ്റം പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ശൈത്യ തുടക്കം മുതലേ അനുവിന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് കാണിച്ചുകൊണ്ട് ബാക്കിൽ നിന്ന് കുറ്റം പറയുന്നത് നമ്മളെല്ലാരും ലൈവ് കണ്ടിട്ടുള്ളവരാണ്. ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ തന്നെയായിരുന്നു. കാരണം ശൈത്യം ഞാനും ഏകദേശം ഒരുപോലെ ഇറങ്ങി, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അല്ല, അപ്പം അതുകൂടാതെ പിന്നെ ഇതിപ്പം അനുവിന്റെ കേസില് അനു വിന്നറായിട്ട് അനുവിന്റെ കൈപിടിച്ച് ലാലേട്ട പൊക്കുമ്പോൾ പോലും ശൈത്യയുടെ ഫേസ് ആണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ശൈത്യ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ, ഒട്ടും താല്പര്യം ഇല്ലാണ്ടാണ് ശൈത്യ അവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ അത് കാരണം ഇപ്പം മുന്നേ ശൈത്യയും അമ്മയും കൂടെ പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോയുടെ കട്ടുകൾ വരുന്നുണ്ട്, റീൽ കട്ടുകൾ വന്നിട്ട് കണ്ടോ ശൈത്യക്ക് എവിടെ ആണെങ്കിലും വിന്നർ ആവണം എന്നുള്ളൊരു മൈൻഡിൽ. അതായത് ശൈത്യ ശരിക്കും എന്തോ നെഗറ്റീവ് അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനം എല്ലാവർക്കും കിട്ടി. പക്ഷെ PR വർക്ക് കൊണ്ട് മാത്രം അങ്ങനെ ഒരാളെ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞ ശരിയാണ്. PR വർക്ക് ജനങ്ങളുടെ മനസ്സിലല്ലേ ഓരോന്ന്. ഇപ്പം ഈ ഞാനൊരു കാര്യം, ഈ നെഗറ്റീവും പോസിറ്റീവും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കമന്റ്സിലൂടെ അല്ലേ. അതെ. അപ്പൊ പിന്നെ ഓരോ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാനിപ്പോ ഒരു കാര്യം ചെയ്ത ഇഷ്ടമുള്ളവര് പോസിറ്റീവ് ഇടും, ഒട്ടും പറ്റാത്ത നെഗറ്റീവുകൾ നെഗറ്റീവ് ഇടും. ഇത് നമ്മളിപ്പോ എന്ത് പറയാനാ, ആ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ എടുക്കുന്നുള്ള ഇതിനനുസരിച്ചിരിക്കും ഈ ഒരു കാര്യം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അതെ, ശൈത്യ ആണെങ്കിലും ഈ പറയുന്ന PR വിനുവിനെതിരെ തിരിഞ്ഞിട്ട് എനിക്കും സെയിം PR ആരാന്ന് ഞാൻ ഈയിടെയിലും ഇതാണോ എനിക്കറിയത്തില്ല. ചേച്ചി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് PR ടീം ടീംസ് വിളിച്ചായിരുന്നു. പക്ഷെ എന്റെ എനിക്ക് പൈസ ഇല്ലായിരുന്നു, ഞാനില്ലാന്ന്. എനിക്ക് പേരൊക്കെ ഓർമ്മയില്ല, കുറെ പേരുണ്ട്. ഞാൻ കൺഫേം ആകുന്നതിന് മുന്നേ എന്നെ വിളിച്ചായിരുന്നു. രേണുസുതി എന്തായാലും ഉണ്ട്. ഞാൻ എപ്പോ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കുറെ ഇത് വന്ന് റീൽസ് വന്നു. ഞാൻ പറഞ്ഞു റീൽസ് വന്നെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ PR ടീമാണ് ഇന്ന പോലാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. എമൗണ്ട് ഒക്കെ പറഞ്ഞോ, ഇത്ര രൂപ വേണം? അങ്ങനെ പറഞ്ഞില്ല, ഇത്ര എന്നൊക്കെ. ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസ് ഒക്കെ നേരത്തെ ഇങ്ങനെ അവർക്ക് വേണ്ടി PR ചെയ്തിട്ടുണ്ട്. അല്ലാതെ എമൗണ്ടും കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞ ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിന്റെ പേര് പറഞ്ഞു. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഈ BB ഫസ്റ്റ് തൊട്ടുള്ള BB ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഷോർട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആ ടോക്കെ അവിടെ നിർത്തി. എനിക്ക് അറിയില്ല, വേണ്ട എന്നുള്ളത്. എനിക്കിനെ പറ്റി അറിയില്ല. അതെ. അപ്പം ഈ പറയുന്ന പോലെ ചേച്ചി BBയിലേക്ക് ചെന്നു, BBന്ന് ഇറങ്ങി വന്നു. പിന്നെന്തായി ബാക്കിയുള്ളവർ ഈ പറയുന്ന പോലെ. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് PR എന്ന് പറയുമ്പോൾ എന്റെ വിചാരം നമ്മൾ ഈ ഷോർട്സ് ഒക്കെ ഇടത്തില്ലേ, പൈസയുടെ എനിക്ക് അറിയില്ല. ഈ ഇടയിലാണ് PR-ന് ഇത്ര പൈസ ഉണ്ടോ അവരുടെ സാധനം ഇതൊക്കെ അറിയില്ല. എന്റെ വിചാരം റീൽസ് ഇടുക, വോട്ട് ചെയ്യുക, അത്രേ ഉള്ളതല്ല. പൈസ ആയിട്ട് ബന്ധമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് അറിയാൻ ശ്രമിക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അതെ. അതുപോലെ PR-ന്റെ ഈ പ്രശ്നം ആദ്യം കൊണ്ടുവരുന്നത് ബിന്നിയാണ് പറയുന്നത് അനു 16 ലക്ഷത്തിന് PR കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ചേച്ചി അങ്ങനെ എന്തെങ്കിലും ടോക്ക് കേട്ടിട്ടുണ്ടോ? അതായത് അനു തന്നെയാണ് എല്ലാരോടും പറഞ്ഞത്
ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇത് സ്ക്രോൾ ചെയ്ത് വരുമ്പത്തേനും ഓരോന്ന് വരുന്നത്. 1 ലക്ഷം കൊടുത്തിട്ടുള്ളവരാണ് അങ്ങനെയൊക്കെ എന്തോ അനുമോള് പറയുന്നത്. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ബിന്നിയുടെ ഇത് ബിന്നി പറയുന്നത് ഇങ്ങനെ പോകുന്നത്. അല്ലാതെ ഒന്നും ഞാനൊന്നും കേട്ടിട്ടില്ല. എന്റെ ചെവി കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നിട്ടാണോ ഞാൻ വേറെ ലോകത്തായതുകൊണ്ടാണോ എനിക്ക് എന്തായാലും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. ഇപ്പോഴാണ് ഇത് അറിയുന്നത്, ഇങ്ങനെ ഇപ്പോഴാണ് കേൾക്കുന്നത്, നേരിട്ട് കേട്ടിട്ടില്ല. ഹായ്. ഹായ്. ഹലോ. ഹലോ, ഞാന് രേണു ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കാട്ടോ. അപ്പൊ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ചേച്ചീനെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പം ഫോൺ കൊടുക്കാൻ പോവാണേ. ഓക്കെ, കൊടുക്കാം. ചേച്ചിന്റെ ഫ്രണ്ടാ. ആരാ നോക്ക്. ഹലോ 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 ഹലോ. എടാ എവിടാടാ പൊന്നാ? പോടാ. എന്താ മടുത്തണ്ട? ഉരുകുവാടാ ഞാൻ. ഏട്ടാ ഞാൻ ഉരുകുവാടാ. എന്തിയാടാ എന്റെ അവൻ എന്തിയാടാ അവൻ? അവൻ നിന്റെ അവനല്ലേ ഞാൻ ചോദിച്ചത്, എന്റെ ഓവൻ. ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്റെ അവനെ എടുക്കാൻ. അമ്മേ, നമ്മളെന്താടാ ഇങ്ങനെ? സുഖമായിട്ടിരിക്കുന്നോടാ? ചേച്ചി ബിസിയാണ്. മറ്റേ ഇപ്പൊ ഞാൻ ചേച്ചിന് ഒരു പേരിട്ടിട്ടുണ്ട്. എന്താടാ? ദേശാടന. അതിനങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കറങ്ങല്ലേ. എടാ എനിക്ക് ഫ്ലൈറ്റ് എല്ലാം എനിക്ക് വീട് മാതിരിടാ. എമിറേറ്റ്സ് ഒക്കെ ഇപ്പൊ വീട്ടിലാകുന്ന പോലാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലും. അറിയാമോ നിനക്ക്? സുഖാണോ? സുഖാണ് ചേച്ചി. എനിക്ക് സ്നേഹം ഞാൻ പ്രതീക്ഷയില്ല എനിക്ക് ഇത്ര സ്നേഹം കിട്ടുന്നുള്ളത്. ദൈവമേ, എനിക്ക് എന്റെ ഫുള്ള് സ്നേഹം നിനക്ക് തന്നിരിക്കുന്നു. നിന്നെ കാണണം കേട്ടോ. ഞാൻ അത്രേ ഉള്ളു, കുറച്ച് കൊടുത്തിട്ടേ ഉള്ളു. അടുത്ത വിവാദം വല്ലാത്തൊരു ജീവിതവും സ്ത്രീ എന്നല്ല നിങ്ങള്. എന്റെ സ്വഭാവം മഹാകച്ചരാണ്. അത് പറഞ്ഞില്ലാതെ ഇവന്റെ കേട്ടല്ലോ. എന്റെ കർത്താവേ, നിന്റെ കാര്യം ഒരു മാറ്റവും ഇല്ലേടേ. നമുക്ക് നേരിട്ട് കാണാട്ടാ. ഞാൻ നിലത്തിറങ്ങട്ടെ ആദ്യം. അത് നിങ്ങള് ആ ദേശാടനം തീർക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഇവിടെ നാട്ടിലും ഇന്റർനാഷണൽ ലെവലിൽ എല്ലായിടത്തും ഇപ്പം നാട മുറിക്കുന്നത് ചേച്ചിയാണ്. എന്തോ ചെയ്യാനാടാ, എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പൈസ പിടിക്കാം ദേശാടനം. ഇന്ത്യൻ ടാക്സുകാർ കയറും. എടാ അടകടാ. ശരി കേട്ടോ. നിങ്ങള് മാത്തൂര് പറഞ്ഞ ഞാൻ പറയല്ലേ. അത് ഞാൻ എക്സ്ക്ലൂസീവ്. അയ്യോ ഞാൻ വെക്കുവാ. അപ്പൊ ശരി, ബൈ. ഇന്റർവ്യൂവില് പബ്ലിക്കായിട്ട് പോവാ. നിന്റെ വോയിസും എന്റെ വോയിസും ഒക്കെ. ഞാൻ എന്റെ അടുത്തൊരു ഫ്രണ്ട് വിളിക്കുമെന്നാണ് ആങ്കർ പറഞ്ഞത്. ആരാ എന്താതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തില്ലല്ലോ, നമ്പർ എന്റെ ഇല്ലായിരുന്നല്ലോ. കൊള്ളാം. എന്തായാലും സന്തോഷം. എനിക്ക് ഒരു സന്തോഷമില്ല. വെച്ചോട്ടോ. പോടാ. ശരി, ബൈ. ഓ ആയിക്കോട്ടെ. ശരി, ബൈ. ഓക്കേടാ. ഓക്കെ, എന്താ ഞാൻ പ്രതീക്ഷിച്ചില്ല. അവന്റെ ഉരുകുവാണ്. എന്നെ പറയുന്ന ഉരുകുവാടി രേണുസുതി. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതെ, ഇന്ന് നെവിന്റെ ലൈവ് ഉണ്ടായിരുന്നു. ലൈവില് കണ്ടതാണ്. കാരണം ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ ജനലിൽ നിന്നിട്ട് നെവിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, അവരെക്കാളും എക്സൈറ്റഡ് ആയിട്ട് നെവിനെ കാണിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു, എന്താ പറയാ, ഈ പറയുന്ന PR വർക്കും ഈ പറയുന്ന പോലെ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന കപ്പും അതൊക്കെ മാറ്റി വെച്ചോട്ടെ, പക്ഷെ നെവിൻ ഇവിടെ കുറച്ച് ആൾക്കാരെ സമ്പാദിച്ചിട്ടുണ്ട്. കിഡിലനായിട്ട്. എന്ന് വെച്ചാല് ആദ്യമൊക്കെ നെവിൻ വന്നു കഴിയുമ്പോ നമുക്ക് ആരെയും ഒത്തിരി അറിയാവുന്ന ആൾക്കാരല്ലല്ലോ ഇത്തവണ വന്നേക്കുന്നത്.
അപ്പൊ നെവിൻ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ ഉണ്ടാക്കിയ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിരുന്നു. എന്തായാലും ഇപ്പോഴും നിങ്ങള് ഭയങ്കര കമ്പനി ആയില്ലേ? പിന്നെ ഞങ്ങളെല്ലാം കമ്പനി ആയിരുന്നല്ലോ, അവിടെ വെച്ച കമ്പനി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാവരുമായിട്ടും ഒരേ രീതി. പിന്നെ കുറച്ച് പേരുണ്ട് നമുക്ക് നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. ആ കൂട്ടത്തിലാണ് നെവിൻ. നെവിൻ ഷാരിക.